പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനം. ചാണ്ടി ഉമ്മന്റെ വിജയാഘോഷത്തിന്റെ വേളയാണ് സന്ദർഭം. വാർത്താ സമ്മേളനത്തിന് നേതൃനിരയിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും. ഇവരിൽ ആരാദ്യം സംസാരിച്ചു തുടങ്ങണമെന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും എന്നാൽ പിന്നെ ഇയാൾ അങ്ങോട്ട് പറഞ്ഞു എന്ന മട്ടിൽ സതീശൻ പിണങ്ങിയിരുന്നതും ട്രോളുകളായി. ഇപ്പോൾ സമാനമായി സതീശനും സുധാകരനും പുതിയ യുദ്ധക്കളത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയ പ്രതിപക്ഷ നേതാവിനെതിരെ കെ.പി.സി.സി പ്രസിഡന്റിന്റെ വക അസഭ്യവാക്ക് പറഞ്ഞതാണ് പ്രശ്നം. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ഡി.സി.സി പ്രസിഡന്റിനോടാണ് കെ. സുധാകരൻ ചോദിച്ചത്. ഒപ്പം തെറിവാക്ക് കൂടിയായപ്പോൾ മൈക്ക് ഓണാണെന്നും ക്യാമറയുണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഷാനിമോൾ ഉസ്മാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് സുധാകരനെ പിന്തിരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിനെ കാത്ത് കെ.പി.സി.സി പ്രസിഡന്റ് ഇരുന്നത് 20 മിനിറ്റാണ്. ഒടുവിൽ ആലപ്പുഴ സമ്രാജ്ഞി പരിപാടിക്കിടയിൽ നിന്ന് സുധാകരൻ മടങ്ങി. ദീപ്തി മേരി വർഗീസും ഡി.സി.സി പ്രസിഡന്റ് ബാബു പ്രസാദും അനുനയിപ്പിച്ചിട്ടും സുധാകരൻ നിന്നില്ല. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വിഷയം ട്രോളോട് ട്രോളായി. സമ്രാജ്ഞി മധ്യേ യാത്ര ചെയ്താലും ഈ പാപവചനത്തിൽ പ്രതിക്രിയയാകുമോ എന്ന് മന്ത്രി വി. ശിവൻകുട്ടിയുടെ പോസ്റ്റ്. മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി വീണ ജോർജുമെല്ലാം ട്രോളിന്റെ ഭാഗമായി. രസം അതല്ല, ഇനിയിപ്പോ സുധാകരനെ ന്യായീകരിക്കാൻ സതീശൻ തന്നെ വരുമെന്ന് ജനവേദി എന്ന FB പേജിലെ പോസ്റ്റ്. സുധാകരന് തന്നോട് സ്നേഹം കൂടുമ്പോൾ ചിലപ്പോൾ തെറിയൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും സതീശൻ. പണ്ട് മൈക്കിന്റെ വിഷയം ഉണ്ടായപ്പോഴും ഇങ്ങനെ ആയിരുന്നല്ലോ എന്നും പോസ്റ്റിലുണ്ട്. മൈക്ക് ഓണാക്കി വെച്ച് പരസ്പരം പണി കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് വിറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് അനസ് വക പോസ്റ്റ്. സുധാകരന് കണ്ണൂർ രാഷ്ട്രീയം തന്നെയാണ് ഉചിതമെന്നും പ്രസിഡന്റ് സ്ഥാനം മറ്റാരെങ്കിലും ഏൽപ്പിക്കലാണ് നല്ലതെന്നും പരീത് പിള്ള. ഇടത് സൈബർ ഹാൻഡിലുകൾ സുധാകരനെ എയറിലാക്കിയപ്പോഴേക്കും വീണ്ടും കെ.പി.സി.സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണാനെത്തി. സതീശനെ മോശമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ജ്യേഷ്ഠാനുജന്മാരാണ് തങ്ങളെന്നും കെ. സുധാകരൻ പറഞ്ഞു. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്നയാൾ. സതീശനോട് ദേഷ്യപ്പെട്ടിട്ടേയില്ല. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. മാധ്യമങ്ങളാണ് കാര്യങ്ങൾ വളച്ചൊടിച്ചത്. മാധ്യമങ്ങൾ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് വരെ സുധാകരൻ പറഞ്ഞു. വിവാദമായതോടെ സതീശനും സുധാകരനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വി.ഡി. സതീശൻ സുധാകരനോടൊപ്പം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. സംഭവം നാണക്കേടായതോടെ രാജ്യഭീഷണി മുഴക്കി സതീശനെ അനുനയിപ്പിക്കാൻ കെ.സി. വേണുഗോപാലും ഇടപെട്ടു. കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ തെരഞ്ഞെടുപ്പിനെയും സമ്രാജ്ഞി പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അത്തരം ചർച്ചകൾ വേണ്ടെന്നും ഇപ്പോൾ നേതൃസ്ഥാനം ഒഴിയുന്നത് ദോഷകരമായി ബാധിക്കുമെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ സുധാകരൻ കുറ്റമെല്ലാം മാധ്യമങ്ങൾക്ക് തന്നെ ചാർത്തിക്കൊടുത്തു. ഒടുവിൽ സുധാകരന് ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് സതീശനും വന്നു. സുധാകരൻ ദേഷ്യപ്പെട്ടത് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെന്നും സംഗതി വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് സതീശൻ പറയുന്നത്. ഏതായാലും സൈബർ ലോകത്ത് ഇരുവരും വീണ്ടും എയറിൽ തന്നെയാണ്.